ജിന്നി ആൻഡ് ജോർജിയ വാസ് എ ഹിറ്റ് ആൻഡ് മിസ് ഫോർ മീ. സ്പെഷ്യലി ജോർജിയയുടെ ക്യാരക്ടർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഇവൻ ദ ആക്ട്രസ് ഹസ് ഡൺ എ വെരി ഗുഡ് ജോബ്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ അതിലങ്ങോട്ട് ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. നല്ല കഥയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബിഞ്ച് ചെയ്യാൻ പറ്റിയ കഥയാണ്. ഒരു അമ്മയും മകളും അവരുടെ ജേണിയാണ്. കുറച്ച് യങ് ആയിട്ടുള്ളൊരു മദറും അവരുടെ മകളും അവരുടെ ഒരു യാത്ര, അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കഥയാണ്. അവര് എന്തൊക്കെ ഹഡിൽസിലൂടെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ അമ്മയുടെ പാസ്റ്റ് എന്താണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു കഥയാണ്. ജോർജിയ എന്നുള്ള ക്യാരക്ടർ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ആള് ഭയങ്കര മോശം ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഗ്രേ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ലോട്ട് ഓഫ് ലൈഫ് ഇൻ ദാറ്റ് ക്യാരക്ടർ. ജിന്നി ഈസ് എ ബിറ്റ് അനോയിങ്, അത് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഓവറോൾ ഇറ്റ്സ് എ ഫൺ സ്റ്റോറി. ഒരു ഫാമിലി, ഒരു സിംഗിൾ വുമൺ എങ്ങനെ ഒരു ഫാമിലിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രഗിള്, അല്ലെങ്കിൽ ആള് ഫേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ആള് എങ്ങനെയാണ്, കുറച്ച് പവർ ഹംഗ്രി ആണ് ആള്. അപ്പൊ ആൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പിന്റെ അതിന്റെ ഒരു കെമിസ്ട്രി. അതിന്റെ ഇടയ്ക്ക് മകൾ ഒരു ടീനേജർ ആണ്. അപ്പൊ ആൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ, അതിൻ്റെതായ റിബൽ നേച്ചർ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കാണിക്കുന്ന നല്ലൊരു കഥയാണ്. നല്ല കഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്റർടൈനിങ് ആയ കഥയാണ് ജിന്നി ആൻഡ് ജോർജിയ. പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ.